പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ച. എല്ലാവർക്കും സുപ്രഭാതം, സ്നേഹവന്ദനം. നമുക്ക് കർത്താവിൻ്റെ കൂടെ യാത്രയാകാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വീണ്ടെടുപ്പിൻ്റെ ഫലമാണ് ഞങ്ങൾ. കർത്താവേ, നിന്റെ തിരിച്ചോരയുടെ വിലയാണ് ഞങ്ങൾ. കർത്താവേ, നീ നിന്റെ തിരിച്ചോര കൊടുത്ത് വാങ്ങിയ അങ്ങയുടെ മക്കൾ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായിരുന്ന മക്കളോട് അങ്ങ് കരുണ തോന്നണം. കർത്താവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേകം മക്കളെ അക്രൈസ്തവരുണ്ട്. അവരെ നീ ഈ പ്രാർത്ഥന കൊണ്ട് സന്ധിക്കണം. അവരെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ആ പാവപ്പെട്ട മക്കളെ അവരുടെ ഇന്നത്തെ ജീവിതത്തിൽ അവരിന്ന് അനുഭവിക്കാൻ അവരെന്തിനു വേണ്ടി കണ്ണീരിടുന്നത്? ഏത് വിഷയത്തെക്കുറിച്ചാണോ, ഏത് വ്യക്തികളെക്കുറിച്ചാണോ, ഏത് വസ്തുവിനെക്കുറിച്ചാണോ അവരിന്ന് വേവലാതി കൊള്ളണത്, അവിടെയെല്ലാം കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യക്കെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടെ കുഞ്ഞു നൊമ്പരങ്ങളെപ്പോലും കർത്താവ് നീ ഏറ്റെടുത്തായിട്ട് അവർക്ക് ബോധ്യം തരണം. കർത്താവ്, അതിനുള്ള അടയാളങ്ങൾ കാണിക്കണം പ്രാർത്ഥിക്കുന്നത്. സുവിശേഷത്തിലാകമാനം അടയാളങ്ങൾ കൊണ്ട് അങ്ങയുടെ കാൽപാദങ്ങളും ഞങ്ങളുടെ മുമ്പിലും പിമ്പിലും നടക്കുന്ന കാൽപാദങ്ങൾ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് മുന്നേറുന്ന ദൈവത്തിൻ്റെ കരുണാകടാക്ഷം ഓരോ അടയാളമായി നിങ്ങൾക്ക് ഇന്ന് ദൃശ്യവൽക്കരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ ഓരോ മക്കളും പറയും, കർത്താവെ ഒരു അടയാളം കാണിക്കണമേ. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയണേന് ഒരു അടയാളം കാണിക്കണമെന്ന് പറയുമ്പോൾ ഒരു പിശുക്കുമില്ലാതെ നീ നിർലോഭമായിട്ട് അവിടെ വാക്കുകളെയും പ്രാർത്ഥനയും ആദരിച്ചുകൊണ്ട് നീ അന്ന് തന്നെ അപ്പം തന്നെ അടയാളം കാണിക്കുന്നുണ്ട്. കർത്താവെ, അങ്ങയുടെ മക്കളുടെ കൂടെ അങ്ങ് ഉണ്ടെന്ന് ഇന്ന് അവർക്കൊരു അടയാളം കാണിക്കണമെന്ന് ഞാൻ അഭിഷിക്ത അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരുടെ വിശ്വാസം ആവേശപരമായ മുന്നേറ്റമായി മാറാനും എല്ലാതും അതിജീവിക്കാൻ ആവശ്യമായ ആത്മകരുത്ത് അവരുടെ ഹൃദയത്തിൽ വിളയാടാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയാൽ നിങ്ങൾ നിറയപ്പെടട്ടെ. എൻ്റെ കർത്താവ് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ എല്ലാ ജീവിത അവസ്ഥകളും എന്ത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, എന്ത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് പ്രത്യേകത നഷ്ടപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ തന്നെ ഉപേക്ഷിച്ച വിഷയം
വിഷയമാകാം. ആ വിഷയം കർത്താവ് അഹ്റോന്റെ ഉണക്ക കമ്പുകൾ എങ്ങനെയാണോ പച്ച പിടിച്ച് വന്നത്, അതുപോലെ നിങ്ങളുടെ പ്രത്യാശകൾ പൂരട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും വചനത്തിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ കുഞ്ഞു മക്കളെ ഓർത്തും പൊടിക്കുഞ്ഞുങ്ങളെ ഓർത്തും വേവലാതി കൊള്ളുന്ന മാതാപിതാക്കന്മാർ, അവിടെ രോഗങ്ങൾ, അവർ സംസാരിക്കാത്ത അവസ്ഥകൾ, അവർ കണ്ണു കാണാത്ത അവസ്ഥകൾ, കുഞ്ഞുമക്കളുടെ ഹൃദയത്തിൻ്റെ ദൂരങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ കുഞ്ഞുങ്ങളുമായിട്ട് മരുന്നും കൈവായിട്ട് നടക്കുന്ന ഒത്തിരി വേവലാതി, തങ്ങളുടെ ജീവിതം തന്നെ തീർന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്, തങ്ങളുടെ സന്തോഷം തന്നെ പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മക്കൾ ഓർത്ത് നൊമ്പരപ്പെടുന്ന മക്കളുണ്ട്. അതുപോലെ മക്കളില്ലാത്ത ദമ്പതികളുണ്ട്. എൻ്റെ കർത്താവേ, അവരെ എല്ലാവരെയും നീ ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവേ, നീ അവർക്ക് ദാനവും വാഗ്ദാനവുമായി നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളെയും കർത്താവേ ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനാൽ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ എന്തിനെക്കുറിച്ചാണോ, ആരെക്കുറിച്ചാണോ, ഏതിനെക്കുറിച്ചാണോ, എന്ത് വേവലാദ്യം മക്കൾ അനുഭവിക്കുന്നുണ്ടോ ആ മേഖലകളിലെ ദൈവത്തിൻ്റെ ദൈവക്കരുത്ത് നിങ്ങൾക്ക് അഭിഷേകമായി ലഭിക്കട്ടെ. നിങ്ങൾ ചാടി എഴുന്നേറ്റ് കർത്താവ് സ്വന്തം കാലം നിൽക്കുകയും നിങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി കർത്താവിൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ ഇടയാകുകയും ചെയ്യട്ടെ. കർത്താവ് വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ, ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ അങ്ങനെ മക്കളെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ യാത്രകളെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങളെ, ചിന്തകളെ, തീരുമാനങ്ങളെ, ചർച്ചകളെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഉപയോഗിക്കുന്ന യാത്ര ചെയ്യുന്ന വഴികൾ, തിരിച്ചു വരുന്ന വഴികൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വീശ്വരൻ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം, അതായത് ഇപ്പോൾ കർത്താവിൻ്റെ സഭയുടെ വളർച്ചാക്കാലമാണ്. ലത്തീൻ സഭകളിലെ പള്ളികളിലെല്ലാം അച്ഛന്മാർ പച്ച ഉടുപ്പിട്ട് കുർബാനകളാണ് എടുക്കുന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ആഗമനകാലം കഴിഞ്ഞ് തിരുപ്പിറവിക്കാലം വന്നു. പ്രത്യക്ഷീണ തിരുനാളും കഴിഞ്ഞ് കർത്താവിന് ജ്ഞാനസ്ഥാനത്തിൽ വെച്ച് തിരുപ്പിറവിക്കാലം അവസാനിച്ചു. പിന്നീട് വന്നത് ആണ്ടുവട്ടത്തിലെ ഓർഡിനറി ദിവസങ്ങളാണ്. അതെല്ലാം സഭാ വളർച്ചക്കാലമാണ്. അപ്പം സഭ വളരുമ്പം നിങ്ങൾ ഇതുപോലെ ആത്മാവിൽ വളരണം. സഭ വളർച്ചയുടെ ഒരു സമയമാണ്. കർത്താവാണെങ്കിൽ തന്നെ ജ്ഞാനസ്ഥാനം കഴിഞ്ഞിട്ട് ഈശോ എന്താ പറയണത്? അറ്റ് ഹാൻഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ദാറ്റ് മീൻസ് റിപ്പന്റ് എന്നല്ല പറയണത്. ടേക്ക് ദ ബെഡ് ഫോൺ 1:15 മർക്കോസ്. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി. The time is fulfilled. സമയം പൂർത്തിയായി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. എന്താ സംഭവിച്ചാലേ, അതായത് ഇത്രയും നാള് ദൈവരാജ്യം എന്ന സംഭവം നമ്മളുടെ കൺവട്ടത്ത് പോലും ഇല്ല. ചൊവ്വാഗ്രഹവും നെപ്റ്റ്യൂൺ ഗ്രഹം പ്ലൂട്ടോ ഗ്രഹം പോലും അങ്ങ് ദൈവരാജ്യം അനന്ത വിദൂരതയിലായിരുന്നു, കണ്ടുപിടിക്കത്തിലായിരുന്നു. ഇപ്പം മനുഷ്യാവതാരത്തിലൂടെ കർത്താവ് വന്നപ്പോൾ എന്താ പറഞ്ഞത്? നൗ ഇറ്റ്സ് ടൈം ഈസ് ഫുൾഫിൽഡ്. ഇപ്പോൾ സമയം പൂർത്തിയായി, ദൈവരാജ്യം തൊടാവുന്ന അവസ്ഥയിലായിരുന്നു. ദാറ്റ് മീൻസ് ഇതൊരു അവസരമാണ്. നിങ്ങളിപ്പോൾ ഇതിനകത്ത് നിക്ഷേപിക്കണം. ഇതാണ് അവസരം. ഈ അവസരം കളയരുത്. എന്താണ് അവസരം കളയാതിരിക്കാനുള്ളത്? റിപ്പന്റ് വെച്ചാൽ പശ്ചാത്തപിക്കണം. പശ്ചാത്തപിക്കുന്നത് എപ്പോഴും നിങ്ങൾ പശ്ചാത്താപം കേൾക്കുമ്പോൾ നിങ്ങളുടെ പാപം എന്ന് പറയുന്നത് വായിക്കരുത്. പശ്ചാത്താപം പാപമല്ല, പാപത്തെക്കുറിച്ചുമല്ല പലപ്പോഴും പശ്ചാത്താപം വരണത്. ദൈവസ്നേഹം നിറയുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആന്തരിക സങ്കടങ്ങളാണ്. എന്താണ്? ഇത്രയും സ്നേഹിച്ച എൻ്റെ കർത്താവിനെ, ഇത്രയും സ്നേഹമായ കർത്താവിനെ ഞാൻ അറിയാൻ താമസിച്ചു പോയല്ലോ. അതാണ് ഞാൻ അതിനുവേണ്ടി, ആ വചനത്തിന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഉപേക്ഷ എന്ന പാപം ഉണ്ടായല്ലോ എന്നാണത്. ഉപേക്ഷയാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ടാണ് പാപത്തെ പശ്ചാത്താപവും. അപ്പം നമുക്ക് എന്തായാലും പാപം എന്ത് സംഭവമാണെന്ന് പറഞ്ഞാലും ശരി, പശ്ചാത്താപം കൊണ്ട് ഇതെല്ലാം. ഇപ്പൊ 1 യോഹന്നാൻ 1:7 പറയുന്നത് എന്താ പറയണത്? അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? അതായത് നമ്മൾക്കിപ്പോൾ ഒരു ക്ഷതമുണ്ടായി, ചിലപ്പോൾ ശാരീരികമാകാം,
ചിലപ്പോൾ മാനസികമാണെങ്കിൽ ഹൃദയരക്തം ചിന്തും, ശാരീരികമാണെങ്കിൽ ശാരീരിക രക്തം ചിന്തും. പക്ഷേ when we take this blood in the name of Jesus, it will become the blood of Jesus. മനസ്സിലാക്കിയേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലേശങ്ങളെ when we take the name of Jesus, കർത്താവിൻ്റെ ക്ലേശങ്ങളുടെ പേരിലും അതിനോട് ഐക്യദാർഢ്യം പുറത്തിക്കൊണ്ട് ഈശോൻ്റെ നാമത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ ബ്ലഡ്, ഈ സഹനം നമ്മുടെ പാപത്തിന് പരിഹാരമാകും. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം സകല പാപങ്ങളിൽ നിന്നും മോചിക്കണം എന്ന് പറയുമ്പോഴേ കർത്താവിനെ കൂടി സഹിക്കുന്നവർ കർത്താവിൻ്റെ കൂടെ നേടുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു അർത്ഥമാണ് 2 തിമോത്തി 2:11 നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവനോട് കൂടെ സഹിച്ചിട്ടുണ്ടെങ്കിൽ, മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അതാണ് സംഭവം. അപ്പോൾ ഓരോ സഹനവും ആ സഹനം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ വീണ്ടെടുപ്പ് നമ്മൾ നടത്തുമെന്നാണ്. അത് യേശുക്രിസ്തു നാമത്തിലാണ്, അവനോട് കൂടെയാണെങ്കിൽ യേശുക്രിസ്തു നാമത്തിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കണം. പാപം എന്ന് ഓർത്തുകൊണ്ട് ചുമ്മാ പതറി ഇനിയിപ്പോൾ ചില പറയേ കുമ്പസാരിച്ചിട്ട് എന്തിനാ പിന്നെ പാപം ചെയ്യത്തില്ല, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അത് വിഡ്ഢിത്തരമാണ്. കാര്യം അറിയാമോ? അതായത് നമ്മൾക്ക് പരിഹാരം ചെയ്യാൻ ഈ ക്രിസ്തു പരിഹാരം ചെയ്തത് എന്തിലാണ്? ശരീരത്തിലല്ലേ, മനസ്സിലും. അതുപോലെ തന്നെയാണ് നമ്മുടെ പരിഹാരങ്ങളും. ഈ ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ അതിന് സന്തോഷം ഉണ്ടാവുന്ന പോലെ അത് നമുക്ക് ക്ലേശവും ഉണ്ടാവും. അപ്പോൾ ക്ലേശമുള്ള സമയത്ത് ഭയങ്കരമായൊരു ഹാർവസ്റ്റിംഗ് ടൈമാണ്. എന്താ കാര്യം അറിയാമോ? ആ ക്ലേശകാലത്ത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിലാക്കി കളയണം. എന്നിട്ട് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം കാഴ്ചവെക്കണം. അപ്പോൾ എന്നാ പറ്റും? അതൊരു പരിഹാരം തന്നെയായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരും. അപ്പോൾ വിശുദ്ധി എളുപ്പമാണെന്ന് എൻ്റെ അർത്ഥം. ദ കിങ്ഡം ഓഫ് ഹാർട്ട്, അതായത് ഈശോ എന്താ പറഞ്ഞത്? പശ്ചാത്തപിക്കുകയും എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കണമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവം നമ്മളെ ഏറ്റെടുക്കും എല്ലാ മേഖലകളിലും. അപ്പോൾ ദൈവരാജ്യമായി. അപ്പം നീ ചെറുതായിട്ടൊന്ന് നീ ഒന്ന് ദൈവസ്നേഹം തന്നെ പശ്ചാത്തപിച്ചാൽ മതി. ദൈവം നിന്നെ ഏറ്റെടുക്കാൻ പോകണമെന്ന് ഈശോ പറഞ്ഞത്. ഭയങ്കര വർത്തമാനത്തിലാണ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ സിമ്പിളായിട്ട് അത്രേ ഉള്ള കാര്യം. എന്താ കാര്യം? ദൈവം നിന്നെ ഏറ്റെടുക്കാൻ പോകുന്നു. നീ പശ്ചാത്തപിക്കുക. ദൈവരാജ്യം നിന്റെ വേൽത്തുമ്പിലാണ്, അറ്റത്താണ്, നിനക്ക് തൊടാവുന്ന രീതിയിലാണ്. ഇത്ര അടുത്ത് വന്നിരിക്കുക. ഒരു നല്ല കാലം, വളർച്ചക്കാലമാണ്. അപ്പോൾ നമ്മളുടെ നിലവിലുള്ള, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ സന്തോഷത്തെക്കാൾ നല്ലത്, വില ഉള്ളത്, മൂല്യവത്തായിരിക്കുന്ന സങ്കടങ്ങളാണ്. when we take the name of Jesus Christ, കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ എടുക്കാനുള്ള വിശ്വാസവും ദൈവസ്നേഹവും പ്രത്യാശയും ഉണ്ടായാൽ മതി. അതുകൊണ്ടാവണം. അതങ്ങനെ ഈ സഭ വളർച്ചക്കാലല്ലേ ഇത്. ഇപ്പോൾ വളരണതും അങ്ങനെയാണ്. വിശ്വാസത്തിൽ വളരണം, പ്രത്യാശ വളരണം, ദൈവസ്നേഹത്തിൽ വളരണം. വളർന്ന് നമ്മുടെ ജീവിതത്തേക്ക് കീഴടക്കണം. ദാവീദിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ യുദ്ധം പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ കർത്താവ് അവനെ യുദ്ധം പഠിപ്പിച്ചു. അവൻ്റെ ആട്ടിൻപറ്റങ്ങളിലേക്ക് സിംഹങ്ങളെ പറഞ്ഞു വിട്ടു. അവസാന സിംഹങ്ങളെ തല്ലിക്കൊല്ലേണ്ടത് അവൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യമായി. നിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യമായിട്ട് പല രീതിയിൽ നീ സങ്കടങ്ങളെയും ക്ലേശങ്ങളെയും പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കർത്താവ് നിന്നെ യുദ്ധം പഠിപ്പിക്കുക ബോധം ദാവീദിന് ഉണ്ടായിരുന്നതുകൊണ്ട് യുദ്ധം പഠിച്ചിട്ടുള്ള ചേട്ടന്മാരെക്കാളും അവൻ വലിയ ധന്യനാണെന്ന് പറഞ്ഞാൽ കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. 1 സാമുവേൽ 17:45 ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. ഈ കർത്താവിന്റെ നാമത്തില്, അതാണ് എൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് തന്നെയാണ് 10 ദിവസം പറയണത്. പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ലെന്ന്. ഈ വചനങ്ങളെല്ലാം യോജിച്ചു പോണതാണ്. 3:6 പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ ഇതിൻ്റെ ക്ലെയിം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ നാമമാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചതെല്ലാം, നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം നമ്മുടെ കപ്പാസിറ്റിയാണ്. അത് തന്നെയാണ് നമ്മുടെ കപ്പാസിറ്റി, തന്നെയാണ് നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത്. ക്ലെയിം ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് പുലരാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ നീ കപ്പാസിറ്റി ഉള്ളവനായിരിക്കണം. ദാവീദിനെ പോലെ പറയാൻ കഴിയും, ഞാൻ സിംഹങ്ങളെ കൊന്നിട്ടുണ്ടെന്ന് പറയണം. പക്ഷേ ആരാണ് കൊന്നതെന്ന് ദാവീദിനറിയാം. കർത്താവാണത് കൊന്നത്. ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിൽ പ്രത്യാശിച്ചു. അതുപോലെ കർത്താവിലെ ദീർഘക്ഷമയോടെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ കാത്തിരുന്നു. ചില കാര്യങ്ങൾ ഇത്തിരി താമസിക്കുകയാണെങ്കിൽ അതിന് ദീർഘക്ഷമ വേണം.
എബ്രാഹത്തിന് ദീർഘക്ഷമ ഉണ്ടായെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതായത് ഹെബ്രായർ 6:15 ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. ദീർഘക്ഷമയും വാഗ്ദാനം പ്രാപിക്കാൻ ആവശ്യമായ സംഭവമാണ്. ചില വിഷയങ്ങൾക്ക് നമുക്ക് ദീർഘക്ഷമ വേണം, ചില വിഷയങ്ങൾക്ക് ദീർഘക്ഷമ വേണം. എന്ന് വെച്ചാൽ ദീർഘക്ഷമ പ്രത്യാശയാണ്. അതായത് ആ വിഷയം മച്ചുറായി വരണമെങ്കിൽ ഇത്തിരി സമയമെടുക്കും. അപ്പം നമ്മൾ ഓടുന്ന വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടി വ്യഗ്രത കാണിച്ച് നമ്മുടെ ആധ്യാത്മിക പാപ്പരത്വം കർത്താവിനെ ബോധ്യപ്പെടുത്തി അവസാനം പണി മേടിക്കാതിരിക്കാൻ നോക്കണം. വെയിറ്റ് ചെയ്യുക. കർത്താവിനോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. എപ്പോഴായാലും അത് നിറവേറും. എപ്പോഴായാലും അത് അമ്മയുടെ ഒരു ഗുണം അതാണ്, ദീർഘക്ഷമ ഉണ്ടായിരുന്നു. കർത്താവിനോട് അരുളി ചെയ്ത കാര്യങ്ങളാണെങ്കിൽ എപ്പോഴായാലും അത് നിറവേറുമെന്ന് അമ്മ വിശ്വസിച്ചു. 1:45 ലൂക്കാ സുവിശേഷത്തിൽ. അതാണ് ദീർഘക്ഷമയെന്ന് പറയണത്. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യാശിച്ച് കാത്തിരുന്ന് പ്രാപിക്കേണ്ട വിഷയമാണ്. അപ്പം ഇതെല്ലാം നമ്മൾ കണ്ട വിശ്വാസം, നമ്മൾ കണ്ട പ്രത്യാശ, നമ്മൾ കണ്ട ദീർഘക്ഷമ, ഇതെല്ലാം ഉടമ്പടി വഴി വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് ആവശ്യമായ മനോഗുണങ്ങളാണ്. വിശ്വാസം, പ്രത്യാശ, ദീർഘക്ഷമ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്തവരും ഉടമ്പടി എടുക്കാനിരിക്കുന്നവരും അവർക്ക് ആവശ്യമായ ആധ്യാത്മികമായ കഴിവ്, വിശ്വാസം, പ്രത്യാശ, ദീർഘക്ഷമ, ദൈവിക പുണ്യങ്ങളാൽ ഞങ്ങൾ എല്ലാവരെയും പ്രായോഗികമായി അഭിഷേകം ഉടമ്പടി എടുത്ത മക്കൾ ഓരോരുത്തരെയും ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥിക്കുന്ന മക്കളെയും എപ്പോഴും പ്രാർത്ഥിക്കാവുന്ന, മഹത്വത്തെ വെളിപ്പെടുത്തുന്ന, വിടുതൽ പ്രാപിപ്പിക്കുന്ന, നമ്മൾ ആ തത്സമയം കടന്നു പോകുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്. എന്താണ്? ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പക്ഷെ പ്രാർത്ഥനയിൽ വെച്ച് ഏറ്റവും ടോപ്പ് പ്രാർത്ഥനയാണ്. ഒന്ന് പറഞ്ഞ്, ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇത്രയും പറയണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വേണം. നമുക്ക് വിശ്വാസം വേണം, പിന്നെന്താണ്, ദൈവസ്നേഹം വേണം, പ്രത്യാശ വേണം. ഈ തിയോളജിക്കൽ വെർച്യൂസ് എല്ലാം വേണം. ദൈവശാസ്ത്രീയ ദൈവികമായ പുണ്യങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത്രയും ഈ ചില പ്രാർത്ഥനകൾക്ക് വിശ്വാസം മാത്രം മതി, ചില പ്രാർത്ഥനകൾക്ക് ദൈവസ്നേഹം മതി. ചില പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം മതി, ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രത്യാശ മതി. പക്ഷേ ഈ ഒരു വരി പ്രാർത്ഥന, ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം വേണം, പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം. ഇത് ഈ തിന്മയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ഈ കുഞ്ഞു പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. പക്ഷെ അതിൻ്റെ സമ്മറിയാണ് ഈ പറയണത്. ആ പ്രാർത്ഥനയെ ചുരുക്കിയിട്ടാണ് ഒരു കുഞ്ഞു പ്രാർത്ഥന. എന്താണ്? പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇത് നമ്മളിങ്ങനെ അറിഞ്ഞ് ആവർത്തിച്ച് വണ്ടിയിൽ പോകുമ്പോഴും കാപ്പി അതിനെത്തുമ്പോഴും കഞ്ഞി ചെരിക്കുമ്പോഴും അല്ലെങ്കിൽ വാറ്റുമ്പോഴും ഒക്കെ ഈ മനസ്സിൽ നമുക്കൊരു മുടക്കം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റിയതാണ്, അല്ലേ? അങ്ങയുടെ നാമത്തെ. ഇപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ വാതിക്കൽ നമ്മൾ അങ്ങയുടെ വഴക്കം കേട്ട് നിൽക്കുകയാണ്. ഈ ജന്മത്തിൽ സംഭവം നടക്കത്തില്ല എന്ന് അവർ പറയുന്നു, എല്ലാവരും പറയുന്നു. അപ്പോഴും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. എന്താ കാര്യം? ഇങ്ങനെ പല സർപ്പങ്ങളും തിളകളും ഒക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നിയമപരമായ തടസ്സങ്ങളുണ്ടാവും. ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാവും, ചിലപ്പോൾ ശാരീരിക തടസ്സങ്ങളുണ്ടാവും, ചിലപ്പോൾ ടൈമിൻ്റെ തടസ്സം ഉണ്ടാവും, സമയത്തിൻ്റെ തടസ്സം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എല്ലാ തടസ്സങ്ങളെയും ഒറ്റയടിക്ക് ഒരു വലിയ മല പോലെ വരുന്ന കാർമേഘങ്ങളെ കാറ്റ് തുരത്തിക്കളയുന്ന പോലെ കളയാൻ പറ്റുന്നതാണ്
അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പറഞ്ഞേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവ് എന്ന് പോലും വിളിക്കേണ്ട ആവശ്യമില്ല, രണ്ടുപേരും മതി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. അപ്പം അത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പറയുമ്പോഴെന്ത് വേണം? വിശ്വാസം വേണം, പ്രത്യാശ വേണം, സ്നേഹം വേണം. നമുക്ക് ആവതില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇത് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ICUവിലാണ്, ഓർമ്മയുണ്ട്. പക്ഷേ ഓർമ്മയുണ്ടെങ്കിൽ ഏറ്റവും പറയാവുന്ന പ്രാർത്ഥന ഇതാണ്, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുക. എല്ലാ വശത്തുനിന്നും സ്ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ തരുന്നുണ്ട്, ആഹാരത്തിന് വേറെ ട്യൂബുണ്ട്, ഭക്ഷണത്തിന് വേറെ ട്യൂബുണ്ട്, മൂത്രത്തിന് പോകാൻ വേറെ ട്യൂബുണ്ട്, മൊത്തം ട്യൂബിൽ കിടക്കണം വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചെറിയ ഓർമ്മയുണ്ടെങ്കിൽ, ചെറിയ ഓർമ്മ മതി, മിനിമം വോൾട്ടേജ് ഓർമ്മ മതി, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പോൾ നമ്മൾ ആരുമില്ലാത്ത ചില സമയത്ത് ഒരു മനുഷ്യൻ്റെ തീഷ്ണത അളക്കണ എപ്പോഴാണെന്നറിയാവോ? ഗ്രൂപ്പിൽ വെച്ച് അവനെന്ത് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. കമ്മ്യൂണിറ്റി, സമൂഹത്തിൽ വെച്ച് അവനെന്ത് പറഞ്ഞു, എന്ത് പ്രഖ്യാപിച്ചു എന്നുള്ളതല്ല. ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്നത്, ദൈവവും നീയും മാത്രമാകുന്ന ഒരു അഭിമുഖത്തിന് നിന്നെ തിരഞ്ഞെടുക്കും ദൈവം. അവിടെ വേറെ ആരും ഉണ്ടാകത്തില്ല. അപ്പ, അമ്മ, ചിറ്റപ്പ, നോബഡി ആരും ഉണ്ടാകത്തില്ല. നിൻ്റെ കോച്ച്, നിൻ്റെ ട്രെയിനർ ആരും ഉണ്ടാകത്തില്ല, നോബഡി. നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഓർക്കണത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമാകുന്നു. ഇപ്പോൾ കോടതി കയറി നിൽക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ഞാൻ കൂട്ടി കയറി നിന്നിട്ടുണ്ട് 2 പ്രാവശ്യം. അപ്പോൾ കോടതി കയറി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മളോട് ആയിട്ടാണ് മജിസ്ട്രേറ്റ് ചോദിക്കണത്. ആ സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ വക്കീലൊക്കെ ഉണ്ടെങ്കിലും വക്കീൽ പറഞ്ഞു തരാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മളോട് ഡയറക്റ്റ് നമ്മളെ വിസ്തരിക്കുകയല്ലേ, ഡയറക്റ്റ് ചോദിക്കുക. അപ്പോഴേ ഈശോ പറയാം, ഇങ്ങനെയുള്ള സെക്കുലർ മൂവ്മെൻറ്റ്സ്, സെക്ലൂഡഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ ബൈബിൾ സുന്ദരമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യും. എന്താണ്? നീ ഇങ്ങനെ നിർത്തപ്പെടുന്ന സമയമുണ്ട്, ഇങ്ങനെ നീ നിർത്തപ്പെടും. അങ്ങനെ എവിടെ നിർത്തപ്പെട്ടാലും, അധികാരസ്ഥാനത്തായാലും ശരി, നിയമ ഉത്തരവാദിത്തമുള്ള സ്ഥലത്തായാലും ശരി, നീ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലം, ഈ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലത്ത് എത്ര കൗണ്ട്, നമ്മുടെ ഒരു ആധ്യാത്മികത കൗണ്ട് നമുക്ക് അളക്കണത് എത്ര പ്രാവശ്യം നമ്മൾ ഒറ്റക്ക് നിർത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കൗണ്ടിലാണ്. എല്ലാം അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പഠിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ കർത്താവ് മനസ്സിലാക്കി തന്ന സത്യങ്ങൾ, എൻ്റെ വചനം കേൾക്കുന്ന, എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്ന, എൻ്റെ വചനം ഞാൻ പറയാൻ പറ്റത്തില്ല, എൻ്റെ വചനമല്ല ഞാൻ പറയണം. എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആഹാരമാണത് കൊടുക്കണേ. എന്താ കാര്യം? കൗണ്ട് യുവർ സെക്ലൂഡഡ് ടൈം. എന്നുവെച്ചാൽ നീ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലങ്ങളെ നീ ശ്രദ്ധിക്കുക. അവിടെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. എന്താണ്? 12:12 ഗ്യാരണ്ടി എന്താണ്? വായിച്ചോളൂ. ലുക്ക 12:12. ശ്രുതികട്ടെ. ലൂക്ക 12:12. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇത് ഭയങ്കര സംഭവമല്ലേ? എന്താണ്? നിങ്ങളെ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം, അധികാരസ്ഥാനത്തോ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിലോ, നിങ്ങൾ ഇപ്പോൾ രോഗത്തിൻ്റെ മുഖത്തോ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം, ആ സമയത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട. എന്താണ്? ആ സമയത്ത് നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാൻ ഞാൻ ആളെ നിശ്ചയിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ, വിശ്വാസ ജീവിതം എന്ന് പറയണത് ഇന്നോ നാളെയോ അങ്ങ് അവസാനിക്കണതല്ല. ഇത് ഓരോ പാഠം കഴിയുമ്പോൾ അടുത്ത പാഠം വരും. ആ ഒരു പാഠം കഴിയുമ്പോഴേ, ഇപ്പോഴ് ഞാൻ നിങ്ങൾ പറയട്ടെ, ഈശോ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ മക്കളെ. ലൂക്ക 12:34. ലൂക്ക 12:34. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. കേൾക്കുമ്പോൾ സിമ്പിൾ വാക്കാണ്. ഇപ്പം അച്ഛൻ്റെ മനസ്സിൽ ഈശോ തന്നുകൊണ്ട് ഞാൻ നിങ്ങളോട്, കർത്താവാണ് ഓൺലൈനിൽ സംസാരിക്കണത്, ഞാനിങ്ങനെ ശബ്ദം കൊടുക്കണമെന്നേ ഉള്ളൂ. എന്താ വചനം പറഞ്ഞു? നിന്റെ നിക്ഷേപം എവിടെയോ എന്ന് പറഞ്ഞ്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും. നമ്മുടെ ഹൃദയം എവിടെയായിരിക്കും? ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ
ഹൃദയവും. ലൂക്ക 12:31 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ കരുതി വെക്കുവിൻ. അപ്പൊ ഈശോയുടെ മനസ്സ് മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് ഈശോയെ മനസ്സിലാക്കാതെ നമുക്ക് ജീവിതം മനസ്സിലാകത്തില്ല. കാര്യം ഈശോ സ്വർഗത്തിന് വേണ്ടി ഏതറ്റം വരെയും പോയ ആളാണ്. പനി പിടിച്ച് മരിച്ച ആളല്ല, അറിയാമല്ല. കോവിഡ് വന്ന് മരിച്ചതുമില്ല. കുരിശിൽ കിടന്ന് മരിച്ചതിൻ്റെ പിന്നിൽ ഒറ്റ സത്യം മാത്രമേ ഉള്ളൂ: ദൈവിക ജീവൻ നഷ്ടപ്പെട്ടത് പുനരുദ്ധരിക്കണം, നിത്യത വരെ നമ്മളെ എത്തിക്കണം. അപ്പോൾ ഈശോയുടെ ഒരു അങ്ങനെ ഉള്ള ഈശോയാണ് നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്ന് പറയണ കുറേ പ്രശ്നങ്ങളില്ലേ, ഞാനും നിങ്ങളും പറയുന്ന ജീവിത പ്രശ്നങ്ങൾ, ഈ ജീവിത പ്രശ്നങ്ങളൊക്കെ അതിനെ ഡയറക്റ്റ് നമ്മൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ വീട്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ വീട്, ജോലി, വിവാഹം, രോഗം, കടങ്ങൾ, ജപ്തി, വഴിയില്ല, വിവാഹം നടക്കണില്ല, നിങ്ങൾ ആ സബ്ജക്റ്റിനെ ഡയറക്റ്റ് ആക്രമിക്കാൻ പോയാൽ കുറേ സമയമെടുക്കും. സമയം കുറയ്ക്കാനുള്ള പരിപാടി പറയുകയാണ്. സമയം കുറയ്ക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നല്ലവണ്ണം ഈസിയായിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും? ഈശോ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ ഈശോയുടെ മനസ്സ് മനസ്സിലാക്കണം. ആ വചനം എത്രയായിരുന്നു പറഞ്ഞോളൂ? ലൂക്ക 12:33. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. എന്നിട്ട് ഈശോ അതൊക്കെ പറഞ്ഞെന്താ പറഞ്ഞ? സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കുവിൻ. അപ്പോൾ ആ വചനം കൂടി ലിങ്ക് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഈശോയുടെ മനസ്സെങ്ങനെ റീഡ് ചെയ്യണത്? നമ്മളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്? സ്വർഗത്തിൽ. അതാണ് സംഭവം. നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കും. ഇപ്പോൾ എന്ത് വർക്കൗട്ട് ചെയ്താലും നമ്മളെ ഫെഡറൽ ബാങ്കിലെ കൊണ്ട് പൈസ ഇടണ പോലെ ഇടാമെന്ന് വിചാരിക്കുകയല്ല. എന്ത് വിഷയം ചെയ്താലും സ്വർഗത്തിൽ ദ കണ്ടന്റ് ഓഫ് ഹെവൻ അതിലുണ്ടാകണം. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിച്ച് പിരിയാൻ പോലും വിചാരിച്ചോ? നിങ്ങൾ കേസ് ജയിച്ച് 2 കൊച്ചിനെ നിങ്ങൾക്ക് കിട്ടി, ഞാൻ പറയും നിങ്ങൾ തോറ്റെന്ന് പറയും. എന്താ? സ്വർഗം പോയില്ല, കൊച്ചിനെ കിട്ടിയുള്ളൂ. ആ കൊച്ചു നാളെ വല്ല കഞ്ചാവല്ലോ കടിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കുഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ, വാപ്പാനെ തല്ലിക്കൊല്ലോ എന്ന് പറഞ്ഞില്ലേ? അമ്മയെ കൊന്ന കുഞ്ഞ് പറഞ്ഞ വാപ്പാനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞു. മക്കൾ ഇപ്പം നിങ്ങൾ മക്കളെ കിട്ടിയെന്ന് പറഞ്ഞാലും നാളെ കാര്യങ്ങൾ നിങ്ങളെ തല്ലിക്കൊല്ലാൻ പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അറിയാമല്ലേ? നിങ്ങളെ കേട്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ ചരിത്രം? ഞാൻ പേര് നിങ്ങൾ അധികം പറഞ്ഞ കാര്യമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഭർത്താവുമായിട്ട് ഇടിവെച്ച് നിങ്ങൾ ജയിച്ചു. നിങ്ങളുടെ വക്കീൽ കേമനായിരുന്നു. അയാൾ ഉള്ളത് ഇല്ലാത്തതൊക്കെ എഴുതി ചേർത്ത് നിങ്ങൾ അവിടെ സ്വർണം നേരത്തെ നിങ്ങൾക്കറിയാവില്ല, ഏത് വക്കീലിനും അറിയാം, ഏത് കോടതിക്കും അറിയാം, പിരിയണമെന്ന് പറഞ്ഞ പെണ്ണ് ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടിൽ പൊന്നു വെക്കത്തില്ല. അവളുടെ അപ്പനും അമ്മയും ഒന്നും വെപ്പിക്കത്തില്ല. ആദ്യത്തെ പുതുക്കത്തിന് തന്നെ അഴിച്ചെല്ലാം അലമാരി ആക്കും. അത് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കണം. ഇത് ട്രാപ്പാണ് ഈ വരാൻ പോകുന്നത്, അടുത്ത പരിപാടി ട്രാപ്പാണെന്ന്. പക്ഷേ കേസ് വരുമ്പോൾ എന്താ പറയണത്? എൻ്റെ പൊന്നെ, എൻ്റെ 28 പവൻ പൈസ എല്ലാം അവിടെ ലോക്കറിൽ ഇരിക്കണം, അവിടെ അലമാരി ഇരിക്കണം കേസ്. അപ്പോൾ നമ്മൾ വക്കീലിനോട് പറയാം, വക്കീലെ അങ്ങനെയൊന്നുമില്ല, കാശൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ പറയും നിങ്ങൾക്ക് കേസ് ജയിക്കണ കാശ് വേണമെന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ ഒപ്പിട്ട് കൊടുക്കും. തീർന്നില്ലേ? കണ്ടന്റ് ഓഫ് ഹെവൻ പോയി. ഭയങ്കര ഉടമ്പടിക്കാരത്തിയാണ്, പക്ഷേ വക്കീലിൻ്റെ കക്ഷത്താണ് നിങ്ങളുടെ ആത്മാവ് ഇരിക്കണത്. ശരീരം മാത്രമല്ലേ, ആത്മാവ് ഉൾപ്പെടാം. ശരീരം മാത്രമല്ല, ശരീരമായിട്ട് ആരും കക്ഷത്തില്ല, ആത്മാവ്. അതുകൊണ്ട് ഈശോ പറയുമ്പോൾ പറയും ഒരു കണ്ടന്റ് ഓഫ് ഹെവൻ. നിങ്ങൾ എവിടെ ജയിച്ചാലും എത്ര കാലത്തേക്ക് ജയിക്കാൻ പറ്റും? എത്ര കാലത്തേക്ക് ജയിക്കാൻ പറ്റും? ഈ ജീവിക്കണ ഇത്രയും കാലം ജീവിക്കാൻ പറ്റും അല്ലേ? അതായത് വേണ്ട സമയത്ത് നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. സത്യം തള്ളിപ്പറഞ്ഞു, നീതി തള്ളിപ്പറഞ്ഞു, സ്നേഹം തള്ളിപ്പറഞ്ഞു. എല്ലാം നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്താണ്? തള്ളമാർ ശ്രദ്ധിക്കണേ,
മക്കളുടെ കൂടെ നിന്നുകൊണ്ട് ആൻറ്റിമാരൊക്കെ ചിലപ്പോൾ കേസ് കൊടുക്കാനും ഡൈവേഴ്സിനും അബോർഷനും ഒക്കെ കൂട്ടി നിൽക്കുന്ന പിമ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവറാച്ച പണി വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഒറ്റടക്കി സഭയൊന്നും പോകത്തില്ല. എന്തുകൊണ്ടാണ് അമ്മ ചില സമയത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് മിണ്ടാണ്ടിരുന്നത്? ചില സമയത്ത് ദൈവത്തിന് മുമ്പ് മിണ്ടാണ്ടിരിക്കണതാണ് നല്ലത്. മിണ്ടിപ്പോയ കൗണ്ടാവും. നല്ല ഹെവി ആയിട്ടുള്ള അനീതിയല്ലേ കിട്ടണത്. ചോര കുഞ്ഞിനെ കൊണ്ട് പെറ്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ, ചോര കുഞ്ഞിനെ കൊണ്ട് പെറ്റ് കിടക്കുന്ന സമയത്ത് തന്നെയാണ് ഇനി വീട്ടിൽ പോകാമല്ലോ, പെറ്റ് കഴിഞ്ഞല്ലോ, ഇനി വീട്ടിൽ പോയി ഇത്തിരി ഭക്ഷണം കഴിച്ച് സമാധാനത്തിൽ ഉറങ്ങിയിട്ടത്ര ദിവസമായി എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴല്ലേ ഈജിപ്തിൽ പോകാൻ പറയണത്. ഉറക്കമില്ല, ഈജിപ്തിൽ പോകാൻ പറയണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിച്ചാൽ ദൈവത്തിനെതിരെ സംസാരിക്കത്തുള്ളൂ, ഉറപ്പല്ലേ? അതുകൊണ്ട് അമ്മ ആ രാത്രി ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയണത്. പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കുന്ന കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഈ പരിശുദ്ധാത്മാവ് എപ്പോൾ വിട്ടുപോകുന്നു അവിടെ വെച്ച് ദുരന്തം തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞ കുറേ ആൾക്കാർ ഡൈവേഴ്സ് ചെയ്യണമെന്നൊക്കെയാണ് ഞാൻ പറയണത്. കാര്യം ഇങ്ങനെ ചുമ്മാ ഈ ഗിരി പാമ്പും കൂടി ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ക്രിസ്തീയ ജീവിതത്തിന് കൊള്ളത്തില്ല. ദാറ്റ് ഈസ് വൈ ഐ എം സെയിങ് ദാറ്റ്. ചില ആൾക്കാർ ഡൈവേഴ്സ് ചെയ്യണം, ചില ആൾക്കാർ വെള്ളം അടിക്കണം, ചില ആൾക്കാർ കഞ്ചാവ് വിൽക്കണം, ചില ആൾക്കാർക്ക് കാര്യം പണത്തോട് ഭയങ്കര ഗ്രീഡിയുള്ള ആൾക്കാർ, ചില ആൾക്കാർ പലിശയായിട്ട് തന്നെ ജീവിതം ജീവിച്ച് തീരണം. പലിശ വാങ്ങിച്ച് ആരെ കണ്ടാലും പലിശ കിട്ടുക. അമ്മയ്ക്ക് പോലും മരുന്ന് മേടിക്കാൻ കാശ് കൊടുക്കത്തില്ല. പക്ഷേ അതേസമയം അയൽവാസിക്ക് കാശ് ആവശ്യത്തിന് കൊടുക്കും. എന്താ കാര്യം? അയൽവാസിക്ക് കൊടുത്താൽ പലിശ നമുക്ക് കിട്ടും, അമ്മക്ക് കൊടുത്ത് മരുന്ന് മേടിക്കാൻ കൊടുത്താൽ കാശ് കിട്ടത്തില്ല. അപ്പം കുറേ ആൾക്കാർ പലിശയുടെ തന്നെ ജീവിക്കണം. എന്താ കാര്യം? അവർക്ക് ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി പറ്റത്തില്ല. അതാണ് പ്രശ്നം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ജീവിതമല്ലേ. സ്വർഗത്തിന് വേണ്ടി എന്തും ചെലവഴിക്കാൻ വേണ്ടി ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ട് വേണ്ടിയെടുത്ത ജീവിതമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ടെന്ന് പറയും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ചെറിയ അജഗണമേ ശ്രദ്ധിക്കട്ടെ. 12:32 ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കണ്ട കെട്ടുകാഴ്ച ഒന്നുമില്ല. അജഗണം ചെറുതാണെന്നല്ലേ പറയണം. അജഗണം ചെറുതാണ്. ഇപ്പം കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്വർഗത്തിൻ്റെ നമ്മൾ തോറ്റാലും ശരി എൻ്റെ കർത്താവ് ജയിക്കണം, അവൻ്റെ വചനം ജയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കേസ് തോറ്റു കൊടുക്കുന്നവരുണ്ട്. ചിലപ്പോൾ കൊച്ചു നഷ്ടപ്പെടും, ചിലപ്പോൾ അവർ പൊന്ന് നഷ്ടപ്പെടും, കേസ് അവർ തോക്കും. അപ്പോഴൊരു മനസ്സിൽ പരിശുദ്ധാത്മാവ് വരും, കേസ് തോറ്റെന്നേ ഉള്ളൂ, കർത്താവ് നിന്നെ തോറ്റിട്ടില്ല, നീ കർത്താവിനെ ജയിപ്പിച്ചുകൊണ്ടാണ് കുടത്തിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കണത്. ഒരിക്കലും നീക്കറിയാവില്ല, ക്രിസ്തുവിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ തോൽപ്പിച്ചുകൊണ്ട് ലോകത്തെ നേടിയെടുത്ത് കഴിഞ്ഞാൽ ആത്യന്തികമായ പരാജയം ആരുടേതായിരിക്കും? നമ്മുടേതായിരിക്കും. പക്ഷേ ഇത് പറഞ്ഞു തരുന്നതന്നെ ആര് വേണം? സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും ആത്മാവിൽ നിലനിൽക്കുവാനും ചെറിയ അജഗണത്തിന്റെ കൂടെ കൂട്ടപ്പെടുവാനും അമ്മേ പരിശുദ്ധമ്മേ എനിക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ.